ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. ഞാൻ 2025 എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിന് മുമ്പ് പ്ലീസ് ഡു സപ്പോർട്ട് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ടു വാച്ച് ദ വീഡിയോ ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് സ്കിൻ കെയർ. ഇപ്പോൾ സ്കിൻ കെയറിൽ ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മുടെ ടോണറാണ്. ടോണറിന് എനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഈ ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് വാട്ടർമെലൺ സൂപ്പർ ഗ്ലോ പോർ ടൈറ്റനിങ് ടോണർ. ഓക്കെ, എനിക്കൊരു 300 സംതിങ്ങിനാണ് ഇത് വാങ്ങിച്ചത്. അടിപൊളിയാണ്. ഇത് ഞാനിപ്പോൾ ഒരു 1 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2025 എൻഡാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്തത്. അതുവരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബെല്ല വിറ്റയുടെ ഫേസ് ടോണർ ഗ്ലോണറാണ്. ഇത് അണ്ടർ 200 ആണ്. നല്ലൊരു നാച്ചുറൽ ടോണറാണ്. ഈ നമ്മുടെ റോസ് വാട്ടറും ആലോവേരയുടെ എസൻസ് ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് തീർന്നപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഡോട്ട് ആൻഡ് കീയുടെ പ്രോഡക്റ്റ് എടുത്തതാണ്. ഇതും സൂപ്പർവാണ്. എൻ്റെ ഇതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്, നെയ്തർ ടു ഡ്രൈ ആൻഡ് ടു ഓയിലി. അപ്പോൾ എൻ്റെ സ്കിൻ ടോൺ ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും പോകുന്നൊരു ടോണറാണ്. ഈ പോർസ് ഉള്ളവർക്ക് പോറൊന്ന് ടൈറ്റൻ ചെയ്താലേ നമ്മുടെ മേക്കപ്പ് സ്മൂത്തായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ടോണറാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡോട്ട് ആൻഡ് കീയുടെ എല്ലാം അണ്ടർ 500, ഓൾമോസ്റ്റ് എല്ലാം അണ്ടർ 500 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോണർ ഇട്ട് നമ്മളിനി അടുത്തത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറിന് ഓൾ ടൈം ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ മോസ്റ്റ് അഫോർഡബിൾ ആൻഡ് മൈ ഓൾ ടൈം. ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻകാർക്കും പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. അടിപൊളി മോയ്സ്ചറൈസറാണ്, അഫോർഡബിൾ ആണ്. ഓക്കെ, വൺ ഓപ്ഷൻ ഇതാണ്. അടുത്ത ഒരു ഓപ്ഷൻ ഞാനൊരു 2025 സ്റ്റാർട്ടിങ് മുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതെൻ്റെ റീപർച്ചേസ് ആണ്. ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ 5 ബാരിയർ പ്ലസ് അവക്കാഡോ പ്ലസ് 5 എസെൻഷ്യൽ സെറാമൈഡ്സ്. നല്ലൊരു ജെല്ലി കൺസിസ്റ്റൻസിയാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. എപ്പോഴും നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ നമ്മളൊരു ലൈറ്റ് വെയ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ളൊരു മോയ്സ്ചറൈസർ ഇടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതും അഫോർഡബിൾ റേഞ്ചിലാണ് വന്നത്. 200 സംതിങ്ങിനാണ് ഇത് പർച്ചേസ് ചെയ്തത്. മറ്റേത് ഞാൻ 60 റുപ്പീസാണ് പർച്ചേസ് ചെയ്തത്. ഈ രണ്ട് പ്രോഡക്റ്റ്സാണ് മൈ 2025 ബെസ്റ്റ് മോയ്സ്ചറൈസർ. അല്ലെങ്കിൽ ലാക്മിയുടെ അതും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തോന്നിയത് ഇതാണ്, അണ്ടർ ബഡ്ജറ്റ്. അപ്പോൾ അടുത്തത് ഒരു പ്രൈമറാണ്. ഓക്കെ, പ്രൈമറിന് മാർസിൻ്റെ ഒരു ഇലുമിനാറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈമർ, അടിപൊളി പ്രൈമറാണ്. ഒരു ഗ്ലോയിങ് എഫക്റ്റ്, നല്ലൊരു ഷൈനി എഫക്റ്റ് കിട്ടും കേട്ടോ. നല്ലൊരു ഷൈനി എഫക്റ്റും കിട്ടും. നമുക്ക് സ്ട്രോപ്പ് ക്രീമായിട്ട് യൂസ് ചെയ്യാം, ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, ആൻഡ് വി ക്യാൻ ഓൾസോ യൂസ് എസ് എ പ്രൈമർ. അപ്പോൾ ഇത് ഒരു 300 താഴെയാണ്, 200 സംതിങ്ങിനാണ് ഞാനിത് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ പ്രൈസ്. ഇത് എൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ ഒരു ഹയർ എക്സ്റ്റെൻഡിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു വെഡ്ഡിങ് മേക്കപ്പ് ആണെങ്കിൽ ഇതൊരു നമ്മളൊരു ഗ്ലോസി പ്രൈമറാണ്. നല്ലൊരു ഷൈനിങ് ഒക്കെ ആയിട്ടുള്ള ഒരു മാറ്റിഫൈങ് പ്രൈമറാണ് നമ്മുടെ ഏസ് ഓഫ് ബേസിൻ്റെ, റീകോഡിൻ്റെ ഏസ് ഓഫ് ബേസ് എന്ന് പറഞ്ഞ പ്രൈമർ. ഇതെന്ന് പറഞ്ഞാൽ ഇത് പ്രൈമറി 10 ml 200 സംതിങ്ങിനാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതൊരു കുറച്ച് അപ്പർ സൈഡാണ്, പക്ഷേ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നല്ലതായിട്ടൊരു ഹൈ എൻഡ് പ്രോഡക്റ്റ്സ് വെച്ച് മേക്കപ്പ് ചെയ്യാൻ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് മാറ്റിഫൈങ് ആയിട്ടുള്ളൊരു ഇത് വേണം. ഒരു ബ്രൈഡൽ മേക്കപ്പ് അങ്ങനെയൊക്കെ പോകുന്നതിന് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ഈ റീകോഡിൻ്റെ ഏസ് ഓഫ് ബേസ്. ഇറ്റ്സ് ഓൾസോ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയുണ്ട്, മോയ്സ്ചറൈസറായി, ടോണറായി, പ്രൈമറായി. അപ്പോൾ അടുത്തത് ഞാൻ കുറച്ച്
ഈ നമ്മുടെ കളർ കറക്ഷൻസ് കൺസീലേഴ്സ് പരിചയപ്പെടുത്താം. എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത്. ഓക്കെ, അടുത്തത് കൺസീലേഴ്സാണ്. നമ്മുടെ പിഗ്മെൻറ്റേഷൻസ് കവറപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന 2 കൺസീലേഴ്സാണ്. ലോറിയൽ പാരീസിൻ്റെ ഇൻഫ്ലേമബിൾ ഫുൾ വെയർ ആൻഡ് 06 ഗോൾഡൻ റഷ്. ഇത് ഇതിൻ്റെ 2 ടോണാണ്, ഇതെൻ്റെ സെയിം ടോണാണ്. ഇത് രണ്ടും കൂടെയാണ് ഞാൻ ഇടുന്നത്. അടിപൊളിയാണ്. എന്താ പറയുക, ഈ ലോറിയൽ പാരീസിൻ്റെ അടിപൊളിയാണ്. ഫുൾ വെയർ ആണ്, നല്ലൊരു കവറേജ് കിട്ടുന്നത്. ഇതൊരു മീഡിയം കവറേജ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അഫോർഡബിൾ അല്ല, നല്ലൊരു കൺസീലർ റെക്കമെൻഡേഷൻസ്. ലോറിയൽ പാരീസിൻ്റെ 500 സംതിങ്ങിനൊക്കെ ഇപ്പം ഒരുപാട് സെയിൽ നടക്കുന്നതിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലീസ് ചെക്ക് ഇറ്റ്. ഓക്കെ, ഇനി അതെനിക്ക് ഫൗണ്ടേഷൻ, ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ എനിക്ക് ഫൗണ്ടേഷൻ 2-3 റെക്കമെൻഡേഷൻസ് ഒന്നും ഇല്ല. സ്വിസ് ബ്യൂട്ടിയുടെ ഒക്കെ ഒരു ഒരു അത്യാവശ്യം കവറേജ് കിട്ടുന്നൊരു ഫൗണ്ടേഷനാണ്. ഞാൻ ഡെയിലി പർപ്പസ് എപ്പോഴും BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. എക്സ്പെഷ്യലി പോൺസിൻ്റെ BB+ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ മാക്സിമം ഒഴിവാക്കാറുണ്ട്. അപ്പോൾ വല്ല ഫങ്ഷൻസൊക്കെ വരുമ്പോഴാണ് ഫൗണ്ടേഷൻസൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻസ് ആണ്. പിന്നെ ലാക്മിയുടെ ഫൗണ്ടേഷൻ കാരമൽ ഷെയ്ഡും എനിക്ക് സ്യൂട്ട് ആവാറുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് ഞാൻ നോക്കുകയാണെങ്കിൽ ബ്ലഷസ് പറയുമ്പോൾ ഞാൻ 3 റെക്കമെൻഡേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഇതിനൊക്കെ വെറും 75 റുപ്പീസേ ഉള്ളൂ. കാരമൽ എക്ലെയർ 06 ഇൻസൈറ്റിൻ്റെ ആണ്. അടിപൊളി ഒരു ഷെയ്ഡാണ്. 75 റുപ്പീസിന് ഭയങ്കര വർത്താണ് കേട്ടോ. അപ്പോൾ പിന്നെ മാർസിൻ്റെ ഷുഗർ റഷ് 04 റോസ് സ്ലഷ്. ഇതൊക്കെ ഒരു തുള്ളി മതി. ഭയങ്കര പിഗ്മെൻറ്റേഷൻസ് ഉള്ള ബ്ലഷാണ്. അണ്ടർ 300 റുപ്പീസിനാണ് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ. ഒരു അടിപൊളിയാണ് കേട്ടോ. കണ്ടോ, നല്ല പിഗ്മെൻറ്റേഷൻസ് ഉള്ള ബ്ലഷാണ്. ഓൾസോ ദിസ് വൺ ഇൻസൈറ്റിൻ്റെ സൂപ്പർ സ്റ്റേ ക്രീം ബ്ലഷ്. ഇത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ്. നമുക്ക് നല്ല കവറേജ് കിട്ടുന്നൊരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻസൈറ്റിൻ്റെ തന്നെ 2 ബ്ലഷ് ആയല്ലേ. ഇൻസൈറ്റിൻ്റെ ഒരു ക്രീം ബ്ലഷ് സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞതും ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് എസൻഷ്യൽ എന്ന് ബ്ലഷർ എന്ന് പറഞ്ഞ 2 അടിപൊളിയാണ്. ഒന്ന് 06 കാരമൽ എക്ലെയർ ആൻഡ് ദി അതർ വൺ ഈസ്, എൻ്റെ ഷെയ്ഡിൻ്റെ പേരെന്താണ്, സൂപ്പർ സ്റ്റേ ക്രീം ബ്ലഷ് 10 ഗ്രാം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ഷെയ്ഡിൻ്റെ പേര് കാണുന്നില്ല. ഇതൊക്കെ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മാർസിൻ്റെ ഷുഗർ റഷ് 04 സ്ലഷ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ഇഫ് യു ആർ ഗോയിങ് ടു ഒരു ഹയർ എൻഡിൽ ഒരു 500 എബോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷീ ഗ്ലാമിൻ്റെ ബ്ലഷസും അടിപൊളിയാണ്. ഇതൊരു പീച്ചി ഷെയ്ഡാണ്. നല്ല പാക്കിംഗ് ആണ്. ആപ്ലിക്കേറ്ററൊക്കെ അടിപൊളിയാണ്. കണ്ടോ, ഒരു പിച്ചി ഷെയ്ഡാണ്. ഇത് അടിപൊളിയാണ്. ഇതും നല്ലതാണ്. ഷീ ഗ്ലാമിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡിവോട്ടഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നമുക്ക് ടീറയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ബ്ലഷസ് കണ്ടു. ഇനി അടുത്തതിൻ്റെ ഒരു ചെറിയൊരു ഐ ഷാഡോ റെക്കമെൻഡേഷനാണ്. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ആണെന്ന് തോന്നുന്നു. അതെ, സ്വിസ് ബ്യൂട്ടിയുടെ ലസ്റ്റ് 4 ഷെയ്ഡേ ഉള്ളൂ. അടിപൊളിയാണ്. നല്ല പിഗ്മെൻറ്റേഷൻസ് ഉള്ളതാണ്. ഇതിൻ്റെ പല ഈ ക്വാഡ് എന്ന് പറയുമ്പോൾ 4 കളർ ഷെയ്ഡ് വന്ന് ഒരുപാട് വേറെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അടിപൊളിയാണ്, ഹാൻഡിയാണ്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു ഐ ഷാഡോ റെക്കമെൻഡേഷനാണ്. അടുത്തത് നമ്മുടെ ഫേസ് പൗഡർ. ഇപ്പം ഞാൻ നോർമലി എവറി ഡേ യൂസ് ചെയ്യുന്നൊരു ഫേസ് പൗഡർ എന്ന് വെച്ചാൽ അതിനായി പോൺസിൻ്റെ ഫേസ് പൗഡർ ആയിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പൗഡറാണ്. എവറി ഡേ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് ഈ പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ. ആൻഡ് ഇറ്റ്സ് ഓൾസോ, ഞാനൊരു 99 സംതിങ്ങിനാണ് വാങ്ങിച്ചത്. ഇതൊരു സാൻഡൽ ഷെയ്ഡാണ്. ഇവിടെ ഇങ്ങനെ ഹോൾസ് ഉണ്ട്. ഇത് ആപ്ലിക്കേറ്റർ ഉണ്ട്. അടിപൊളിയാണ്.
ഓക്കെ, നിങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പൗഡറാണ്, അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പൗഡറാണ്. ഞാൻ എൻ്റെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യുന്ന പൗഡറാണ്. ഓക്കെ, അടുത്തത് ഇഫ് യു ആർ ഗോയിങ് ടു ഹയർ സൈഡ് എന്ന പാക്കിൻ്റെ പൗഡറാണ്. ഇതൊരു മിനി ബനാന പൗഡർ, HD മിനി ബനാന എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ് കേട്ടോ. പാക്കിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം നല്ലതാണ്. ഓക്കെ, ഇത് നല്ല ഇതാണ്. പക്ഷേ ഈ ഒരു കുഞ്ഞു സാധനത്തിന് 200 സംതിങ് ആണ്, ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റാണ്. ഓക്കെ, ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഈ ബ്രൈഡ്സ് മെയ്ഡ് വെഡ്ഡിങ്ങൊക്കെ ബ്രൈഡ്സ് മെയ്ഡൊക്കെ പോകുമ്പോൾ കുറച്ചൊക്കെ നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ്, നല്ലൊരു ഫിനിഷുള്ള മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് നമ്മുടെ ഐബ്രോസ്. ഇഫ് യു ആർ കമ്മിങ് ടു ദ ഐബ്രോസ്, ഞാൻ 2 പരിചയപ്പെടുത്താം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് 100 സംതിങ് ഒരു പൗഡർ ഐബ്രോ കിറ്റാണ്. ബ്രൗൺ ബ്ലാക്ക് ഒക്കെ ഉണ്ട്. പിന്നെ യൂസ് ചെയ്ത് എങ്ങനെയായാലും നല്ലൊരു ഇതാണ്. ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ബിഗ്നേഴ്സിനൊക്കെ പറ്റുന്നൊരു ഐബ്രോ കിറ്റാണ് ഇത്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഐബ്രോ പൗഡർ എന്ന് എടുത്ത് തന്നെ ഒരു ബ്രോ എഡിഷൻ എന്ന് പറഞ്ഞിട്ട്, ഇത് ബ്രോ എഡിഷൻ തിക്ക് R01. ഇത് നല്ലതാണ് പൗഡർ. പിന്നെ അല്ല, നിങ്ങൾക്കൊരു പെൻസിലാണ് യൂസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഈ മാർസിൻ്റെ പെൻസിൽ കംസ് പൂളി വരുന്ന ഒരു ഐബ്രോ ബ്രഷ് ഉണ്ട്. ഓക്കെ, ഇതും നല്ല അടിപൊളി ഐറ്റമാണ്. ഈ മാർസിൻ്റെത് ആപ്ലിക്കേഷൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്ലൈ ചെയ്യാനായത് ആ പെൻസിൽ കൊണ്ട് ജസ്റ്റ് സ്ട്രോക്സ് ചെയ്യുക, നമ്മൾ ഈ സ്പൂളി കൊണ്ട് ഇത് ചെയ്യുക, അടിപൊളിയായിട്ട് കിട്ടും. ഇത് രണ്ടുമാണ് എൻ്റെ ഐബ്രോസിനുള്ള ഒരു റെക്കമെൻഡേഷൻസ്. അടുത്തത് എനിക്ക് 2025 എൻ്റെ ലാസ്റ്റ് പർച്ചേസാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഐബ്രോ, റെനയുടെ കാജൽ. ഭയങ്കര കോൾ ബ്ലാക്ക് ആണ്. കോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കോൾ ബ്ലാക്ക് ആണ്. നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നല്ലൊരു ഡാർക്ക് കാജലാണ്. കാജലിടാൻ താല്പര്യമുള്ളവർക്ക് താഴെയോ മുകളിലോ ഒക്കെ യൂസ് ചെയ്യാം. ഒരു അടിപൊളിയാണ് റെനയുടെ മിഡ് നൈറ്റ് കോൾഡ് പെൻസിൽ. ഓക്കെ, ഇപ്പോൾ ഇതാണ് കാജൽ റെക്കമെൻഡേഷൻസ്. ഇനി അടുത്തത് നമുക്കൊരു മേക്കപ്പ് ഫിക്സറിലോട്ട് പോകുമ്പോഴത്തേക്കും മോസ്റ്റ് അഫോർഡബിൾ ഒരു മേക്കപ്പ് ഫിക്സർ ഉണ്ട്, ബ്ലൂ ഹെവൻ്റെതാണ്. ഇത് 130 സംതിങ് ആണ് ഇത് പർച്ചേസ് ചെയ്തത്. അടിപൊളിയാണ്. ഫോർ ബിഗിനർ മേക്കപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങാൻ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കണമെങ്കിൽ ഇതൊക്കെ നല്ല അടിപൊളിയാണ്. ബ്ലൂ ഹെവൻ്റെത് ഇൻസൈഡ് സ്വിസ് ബ്യൂട്ടിയുടെ ഒക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ടു ഹയർ എൻഡിൽ പോകുന്നെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യാം. ഇറ്റ് ക്യാൻ യൂസ് ആസ് എ പ്രൈമർ ഓൾസോ അല്ലേ. ഇൻസ്റ്റൻറ്റ് ഫിക്സേഷൻ പ്രെപ്പ് പ്ലസ് പ്രൈമർ മേക്കപ്പ് ഫിക്സറാണ്. അടിപൊളി ഐറ്റമാണ് കേട്ടോ, അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇഫ് യു ആർ ഗോയിങ്, ഇതൊരു 700-600 റേഞ്ചിൽ വരും. പിന്നെ എൻ്റെ ഈ വർഷത്തെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് ആണ് അടുത്തത്. നമുക്ക് 3-4 ഉണ്ട്. ലോറിയൽ പാരീസിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് 570 കളർ റിച്ച് ന്യൂഡ് ഇൻറ്റൻസ്. അടിപൊളി ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ ഗ്ലൈഡ് ആവും, അടിപൊളിയാണ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇപ്പം നിങ്ങൾക്കൊരു പാർട്ടി ഇതൊരു നല്ലൊരു ബ്രൗൺ ലവർ ആണെങ്കിൽ ഒരു അടിപൊളി ഷെയ്ഡാണ് 570. വർത്ത് ഇറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡുണ്ട്. അത് കുറച്ചും കൂടെ ഡള്ളായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടെ നല്ലൊരു ബ്രൗൺ ആണ്. പിന്നെ അടുത്തത് നമ്മുടെ 30 ആൻഡ് റിവാൽ മെബലൈൻ്റെ. ഇതിൻ്റെയൊക്കെ ഹോളിവുഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ പോയി നോക്കുക. സൂപ്പർ സ്റ്റേ വിനൈലിൻ, ഇതൊരു നല്ലൊരു പ്ലം കളറാണ്. അടുത്തത് നൈക്കയുടെ ഓൾമോസ്റ്റ് എപ്പോഴും ഹോട്ട് സെല്ലിങ് ആവുന്ന ലിപ്സ്റ്റിക്കാണ്, ഒരു മൗ ഷെയ്ഡാണ്. അതാണ് നമ്മുടെ ജെയ്ഡ് റോസ്.
അടുത്തത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയാം, 2025 മോസ്റ്റ് ഫേവറേറ്റ്, ബ്ലോഗേഴ്സ് ഫേവറേറ്റ്, മിസ് ക്ലെയർ മാറ്റ് പൗഡറിൻ്റെ ബ്ലോഗേഴ്സ് ഫേവറേറ്റ്. ഓക്കെ, അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ എല്ലാം ഞാൻ സ്വാച്ചസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എൻ്റെ 2025 ഫേവറേറ്റ്സ്. എപ്പോഴും നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണതിന് മുമ്പേ നമ്മൾ ചെറിയ ചെറിയ ഈ സ്വിസ് ബ്യൂട്ടി, മാർസ്, അതൊക്കെ നല്ല അഫോർഡബിൾ പ്രോഡക്റ്റ്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നമ്മളൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാനൊക്കെ പഠിച്ചു. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ആദ്യം ഫൗണ്ടേഷൻ ഷെയ്ഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്ക് നമ്മളത് പഠിക്കും. നമുക്ക് ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ഗോ ടു ദ അപ്പർ സൈഡ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ചെറിയൊരു മേക്കപ്പ് കളക്ഷൻ. പിന്നെ വെൻ വി കം ടു മസ്കാര സെഷൻസ്, എനിക്ക് 2 എന്നുണ്ട്. എൻവൈബയുടെ ഒരു മസ്കാരയുണ്ട്. ഇത് വെറും 100 റുപ്പീസിനാണ് ഇത് വാങ്ങിച്ചത്. ഇറ്റ്സ് ഓൾസോ വെരി നൈസ്. ആൻഡ് ഓൾസോ ലോറിയലിൻ്റെ ലാഷ് പാരഡൈസ്. ഇത് 2 സൂപ്പർബാണ്. നിങ്ങൾ നെറ്റിൽ യൂട്യൂബിൽ നോക്കിയാലും അറിയാം, ഒരുപാട് റെക്കമെൻഡേഷൻസ് വന്നിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഈ നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ ഇത് വർത്ത് ഇറ്റ് ഇൻഡൻസ്, പിന്നെ ലോറിയലിൻ്റെ തന്നെ ഇൻഫ്ലേമബിൾ ഫുൾ വെയർ കൺസീലർ, പിന്നെ ലോറിയലിൻ്റെ തന്നെ ലാഷ് പാരഡൈസ്. ഇതൊക്കെ ഒരുപാട് റെക്കമെൻഡേഷൻസ് ഒക്കെ ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ്സ് ആണ്. വെൻ യു കമ്മിങ് ടു ബോഡി ലോഷൻ ആൻഡ് ബോഡി ക്രീം, ഞാൻ 2025 ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതാണ് വാസ്ലിൻ്റെ ഹെൽത്തി ബ്രൈറ്റ് ഗ്ലൂട്ട ഹയ ഫ്ലോലെസ് ഗ്ലോ സെറമിൻ ലോഷൻ. അടിപൊളിയാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഇനി ഒന്നുമില്ല, അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തൊരു സാധനമാണ്. എനിക്ക് ഓൾറൗണ്ട് ബോഡി ഫേസിനും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ലോഷനാണ്. അടിപൊളിയ ഒരു സാധനമാണ്. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ബ്യൂട്ടി റെക്കമെൻഡേഷൻസ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ദെൻ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ്. ഈ പ്രോഡക്റ്റ്സ് ഒക്കെ എൻ്റെ സ്കിന്നിന് സ്യൂട്ടായ പ്രോഡക്റ്റ്സ് ആണ്. ഓൾമോസ്റ്റ് ബ്ലഷിൻ്റെ കളറും ഒക്കെ എൻ്റെ സ്കിൻ ടോണ് നന്നായിട്ട് പോകുന്ന ഒരു കളർ ടോൺസും അതൊക്കെയാണ്. സ്കിൻ കെയർ എപ്പോഴും നിങ്ങളുടെ സ്കിന്നനുസരിച്ച് വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവുന്ന മോയ്സ്ചറൈസർ, പ്രൈമറൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എൻ്റെ പോർട്സൊക്കെ ക്ലോസ് ചെയ്യാനൊക്കെ ഈ പ്രൈമർ നല്ലതാണ്. എപ്പോഴും നമ്മുടെ സ്കിൻ കെയർ നന്നായി നമ്മൾ ബേസും ടോണറും പ്രൈമറും ഒക്കെ അടിപൊളിയായാലേ മേക്കപ്പ് ഫ്ലോലെസ് ആവുള്ളൂ. അല്ലെങ്കിൽ കേക്കിയാവും, ഈ പുട്ടി അടിച്ച പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇപ്പം ക്രിസ്മസ് ആൻഡ് ഓൾമോസ്റ്റ് ഒരുപാട് വെഡ്ഡിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദെൻ എന്താ, ടാറ്റാ ബൈ ബൈ, സീ യു.